മുംബൈയിൽ കനത്ത മഴയാണ്. ട്രെയിൻ സർവീസുകളും വിമാന സർവീസുകളും ഒക്കെ തടസ്സപ്പെടുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അടുത്ത 48 മണിക്കൂർ നിർണായകമെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം മുംബൈ നഗരത്തിൽ? ആര്യ, കനത്ത മഴ തന്നെയാണ് മുംബൈയിൽ ഇന്നും പെയ്തിറങ്ങുന്നത്. അടുത്ത 3 മണിക്കൂർ നേരം കൂടി എന്തായാലും റെഡ് അലേർട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് അവസാനം ഒരു അറിയിപ്പായി ലഭിച്ചത്. 21-ാം തീയതി വരെ, അതായത് മറ്റന്നാൾ വരെയും ശക്തമായിട്ടുള്ള മഴ. അത് മുംബൈയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലാകെ ഇപ്പോൾ റായ്ഗഡിലും അതുപോലെ പൂനെയിലും എല്ലാം തന്നെ സമാനമായിട്ടുള്ള മഴ മുന്നറിയിപ്പും അലേർട്ടും ജാഗ്രതാ നിർദ്ദേശവും എല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഈ പ്രധാനമായിട്ടും ഹാർബർ ലൈൻ, ഇപ്പോൾ അവസാനം വന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഈ സബർബൻ, അതായത് ലോക്കൽ ട്രെയിൻ സർവീസുകളൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതിൽ ഹാർബർ ലൈൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വെള്ളം കയറി പല സ്റ്റേഷനിലും ട്രാക്കുകളിലും അതിനെ തുടർന്നും. ഒപ്പം തന്നെ മിഥി നദി, അത് ജലനിരപ്പ് ഉയർന്ന് കരകവിഞ്ഞൊഴുകി അതിന് സമീപത്ത് താമസിച്ചിരുന്ന 400 പേരെ ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായൊരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയെ തന്നെ കനത്ത മഴ, അതിൽ പൂനെയിലും മുംബൈയിലും റായ്ഗഡിലും, മുംബൈയിൽ തന്നെ നഗരത്തിലും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലെല്ലാം തന്നെ, ഈ നഗരത്തിൽ തന്നെ ബോറിവാലി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.